നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച. തൃശൂരിൽ AISF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു. മഹിളാ മോർച്ച പ്രവർത്തകർ ടിക്കറ്റ് എടുക്കാതെ KSRTCയിൽ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചു. ഒറ്റപ്പാലം ഇത്തിയാൻമല കോറി നാടിനാപത്ത്. കോറി ഉടൻ പൂട്ടണമെന്ന് ഇത്തിയാൻമല സംരക്ഷണ ജനകീയ സമിതി. ആവശ്യവുമായി ഒറ്റപ്പാലം RD ഓഫീസിന് മുന്നിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. രാഷ്ട്രീയ കലുഷിതമായ 1979 കാലഘട്ടത്തിലെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ സേവനം അവഗണിക്കാൻ കഴിയാത്തതാണെന്ന് MSP 79ാം ബാച്ചിന്റെ വാർഷിക സമ്മേളനം. വ്യക്തി സംരക്ഷണത്തിനും സാമൂഹിക സംരക്ഷണത്തിനും MSP മികവ് പുലർത്തിയതായും ചരിത്രപരമായ ഉദ്യമങ്ങളിൽ MSP വഹിച്ച പങ്ക് അവർണ്ണനീയമാണെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ആദ്യകാല MSP ഭടന്മാർക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകണമെന്നും വാർഷിക സമ്മേളനം. തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ LDF സ്ഥാനാർത്ഥി TM ശശിക്കെതിരെ പ്രചരിച്ച അശ്ലീല ചിത്രങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കും പിന്നിൽ തനിക്കോ കോൺഗ്രസിനോ പങ്കില്ലെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KM ഫെബിൻ. നിയുക്ത MLA TM ശശി നൽകിയ പരാതിയിൽ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്നും KM ഫെബിൻ. പത്തിരിപ്പാലയിൽ നിർത്തിയിട്ടിരുന്ന കാർ മുന്നോട്ടെടുക്കുന്നതിനിടെ എതിരെ വന്ന ഓട്ടോ കാറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച. AISF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അസ്ലാം ഷാ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. AISF ജില്ലാ സെക്രട്ടറി മിഥിൻ പോട്ടക്കാരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ്കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അലൻ പോൾ, സാനിയ പ്രസാദ്, ശിവപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു. മഹിളാ മോർച്ച പ്രവർത്തകർ ഒറ്റപ്പാലത്ത് ടിക്കറ്റ് എടുക്കാതെ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചു. സംസ്ഥാനത്തൊട്ടാകെ ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും BJP മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സിനുള്ളിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത്. ഈ മാസം 15 മുതൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച UDF സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്ന് BJP വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു ആരോപിച്ചു. ഒരു ഫ്രീ KSRTC യാത്ര ഈ UDF ഭരണത്തിൽ വന്നാൽ നടക്കുമെന്ന് TD സതീശനൊക്കെ നമ്മളോട് പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഇതിലേക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ട് ഈ കേരളത്തിലെ വോട്ടർ ജനതകൾ 102 സീറ്റ് UDFിൽ കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഒരു ഫ്രീ യാത്രയാണ് KSRTCയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ 15-ാം തീയതി മുതൽക്കാണ് യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ KSRTCയുടെ ഉള്ളിൽ വന്നപ്പോൾ ഇവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് തികച്ചും സ്ത്രീകളോട് കാണിക്കുന്ന വഞ്ചനയാണ്. മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി KP ജയന്തി, BJP മണ്ഡലം സെക്രട്ടറി സുമേഷ് ചീരാത്തൊഴി, മഹിളാ ജില്ലാ കമ്മിറ്റി അംഗം പാർവതി, മണ്ഡലം സെക്രട്ടറി സജിത ഹരികുമാർ, നഗരസഭാ കൗൺസിലർ വിനീത മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ഇത്തിയാൻമലയിലെ കോറി നാടിനെ നശിപ്പിക്കുന്നതായി ആരോപിച്ചും കോറി ഉടൻ പൂട്ടണമെന്നാവശ്യപ്പെട്ടും ഇത്തിയാൻമല സംരക്ഷണ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം RD ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകർ U അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ജീവിക്കാൻ ഉള്ള സംവിധാനങ്ങളാണ് ഈ കുന്നുകളിലൊക്കെ ജലശേഖരം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഭരണാധികാരികൾക്ക് അറിയോ? അവരൊക്കെ ശാസ്ത്രം പഠിച്ചവരാണല്ലോ. മൈനിങ് ആൻഡ് ജിയോളജി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നമ്മുടെ ജില്ലയെ നിയന്ത്രിക്കുന്ന, നമ്മുടെ താലൂക്കിനെ നിയന്ത്രിക്കുന്ന IAS കേട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവർക്കൊക്കെ അറിയോ? ജനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും. അപ്പൊ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ലേ? നമ്മുടെ നാടിലെ ജനങ്ങളുടെ ജീവിതം, സമാധാനമായ ജീവിതം ഉറപ്പുവരുത്തേണ്ട സംവിധാനങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വമല്ലേ? അവിടെ കടലാസ് കൊടുത്തു, ഞങ്ങളെ കൊടുത്തു, ലൈസൻസ് കൊടുക്കുന്നു. ഒറ്റപ്പാലം നഗരസഭ 37ാം വാർഡ് കൗൺസിലറും ജനകീയ സമിതി ചെയർപേഴ്സണുമായ അർച്ചന സജിത്ത് അധ്യക്ഷത വഹിച്ചു. സമരസമിതി അംഗം പ്രകാശ് സമരപരിപാടിയുടെ വിശദീകരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, കോൺഗ്രസ് പ്രതിനിധിയും കൗൺസിലറുമായ NK ജയരാജൻ, മുസ്ലിം ലീഗ് നേതാവും കൗൺസിലറുമായ PMA ജലീൽ, കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ജേക്കബ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ A സ്വരൂപ്, സ്വതന്ത്ര മുന്നണി നേതാവ് AP ഉമൈബാൻ, പരിസ്ഥിതി പ്രവർത്തകൻ IM സതീശൻ, പ്രവാസി സംഘം പ്രതിനിധി K നന്ദിനി മേനോൻ, മുൻ കൗൺസിലർ C സജിത്ത്,
അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭ 38-ാം വാർഡ് കൗൺസിലറും ജനകീയ സമിതി കൺവീനറുമായ എൻ ഷിബു സ്വാഗതവും PB ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാഷ്ട്രീയ കലുഷിതമായ 1979 കാലഘട്ടത്തിലെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ സേവനം അവഗണിക്കാൻ കഴിയാത്തതാണെന്ന് MSP 79-ാം ബാച്ചിന്റെ വാർഷിക സമ്മേളനം. വ്യക്തി സംരക്ഷണത്തിലും സാമൂഹിക സംരക്ഷണത്തിലും MSP മികവ് പുലർത്തിയതായും ചരിത്രപരമായ ഉദ്യമങ്ങളിൽ MSP വഹിച്ച പങ്ക് അവർണ്ണനീയമാണെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ആദ്യകാല MSP ഭടന്മാർക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകണമെന്നും വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കുടുംബസംഗമവും നടന്നു. ജില്ലാ ചെയർമാൻ G. ബാബു അധ്യക്ഷത വഹിച്ചു. P. വാഹിദ്, മാധവ രാജ ക്ലബ് പ്രസിഡന്റ് AK നാരായണൻ, കൺവീനർ B. രാജൻ, വൈസ് ചെയർമാൻ K. ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. MSP 79-ാം ബാച്ചുകാരനും സിനിമാ നടനുമായ അബു സലീമിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ LDF സ്ഥാനാർത്ഥി TM ശശിക്കെതിരെ പ്രചരിപ്പിച്ച അശ്ലീല ചിത്രങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കും പിന്നിൽ തനിക്കോ കോൺഗ്രസിനോ പങ്കില്ലെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KM ഫെബിൻ. നിയുക്ത MLA TM ശശി നൽകിയ പരാതിയിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടത്തണമെന്നും KM ഫെബിൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ TM ശശിക്കെതിരെ ആരോപണങ്ങൾ പ്രചരിച്ചിരുന്നു. അക്കാലത്ത് കേസ് കൊടുക്കാതിരുന്ന TM ശശി തെരഞ്ഞെടുപ്പിന് ശേഷം പരാതി നൽകിയത് പാർട്ടിക്കകത്തു നിന്നുയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് CPM കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. വിലാസം പോലും തെറ്റായിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ശശിക്കെതിരെ പ്രചരിച്ച ചിത്രം നിർമ്മിച്ചതാണോ, ആരാണ് പ്രചരിപ്പിച്ചത്, ഏത് ഗ്രൂപ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കേസിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട SP, ആലത്തൂർ DYSP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിഷ്പക്ഷവും നീതിപൂർവവും അന്വേഷിച്ചില്ലെങ്കിൽ സർക്കാരിനെ സമീപിക്കുമെന്നും ഫെബിൻ പറഞ്ഞു. ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് തനിക്കെതിരെ TM ശശി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു PT പറഞ്ഞു. ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അഡ്രസ്സ് പോലും അതിൽ തെറ്റായ രൂപത്തിൽ ആലത്തൂർ പാലക്കാട് എന്ന് പറഞ്ഞ് എഴുതിയ FIR എഴുതിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു അഡ്രസ്സ് പോലും അവിടെ മത്സരിച്ച എൻ്റെ അഡ്രസ്സ് പോലും അദ്ദേഹത്തിന് ആ അന്വേഷണ വിഭാഗത്തിന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് കണ്ടെത്താൻ പറ്റില്ല. വെറുതെ അഡ്രസ്സ് എഴുതിയിരിക്കുക. അതുപോലെ തന്നെ കൂടാൻ മറ്റൊരാൾ ബാബു PT എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അഡ്രസ്സും വ്യക്തത. ആർക്കോ വേണ്ടി ഒരു അന്വേഷണം നടത്തി ഒരു FIR ഇട്ടിരിക്കുക. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അലംഭാവമുണ്ട്. ഒരു MLA നിരുത്തരവാദിത്തപരമായി നിയുക്ത MLA ഒരു പരാതി കൊടുത്തിരിക്കുക. ഒരു ബേസ്ലെസ് ആയിട്ട് ഒരു അടിസ്ഥാനമില്ലാത്തൊരു പരാതി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ട് ചില കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അശ്ലീലമായ ചിത്രങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അത് തീർത്തും നമ്മൾ അതുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾക്ക് അതുമായി യാതൊരു തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് നേരെ ആ വ്യക്തിക്ക് മറ്റാർക്കും തന്നെ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമോ ഇടപെടലോ ഞങ്ങൾ നടത്തിയിട്ടില്ല. നമ്മുടെ പാർട്ടി, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തില്ല. ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കണ്ണൻ KVയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല GVSS സ്കൂളിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ മുന്നോട്ടെടുക്കുന്നതിനിടെ എതിരെ വന്ന ഓട്ടോ കാറിലിടിച്ച് ഓട്ടോ ഡ്രൈവർക്കടക്കം 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഇടിയിൽ ഓട്ടോ തലകീഴായി മറിഞ്ഞ് നിർത്തിയിരിക്കുന്ന ബൈക്കുകൾക്ക് നേരെ മറിഞ്ഞാണ് നിന്നത്. പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ ഇരു സൈഡും വാഹനം പാർക്ക് ചെയ്യുന്നത് നിരന്തരം വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് കടയുടമകൾ പറയുന്നു. ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിയുക്ത MLA K മുരളീധരൻ ലീഡർ K കരുണാകരന്റെയും പത്നിയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം മാതാപിതാക്കൾ അന്തിയുറങ്ങുന്നിടത്ത് എത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുക എന്നത് മാത്രമാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം ഗുരുവായൂരിലെത്തി തൊഴുന്നതിനു ശേഷമാണ് താൻ മുരളി മന്ദിരത്തിലെത്തിയതെന്ന് K മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മാതാപിതാക്കൾ അന്തിയുറങ്ങുന്ന ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ള വിസിറ്റാണ്. മാത്രമല്ല ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് മാതാപിതാക്കളെ
അവിടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ്. മറ്റൊന്നും സന്ദർശനത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് വന്നതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. പിന്നെ മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ സന്ദർശനവും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെയും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിൽ പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പെരിങ്ങോട്ടുകുറിശി സെൻറ്ററിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചൂലന്നൂർ സുരേഷ് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. PMAY ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് കാലാവധി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ആധാരങ്ങൾ തിരികെ നൽകുന്നതിനായി ഷൊർണൂർ നഗരസഭയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. 123 പേർക്കാണ് ആധാരങ്ങൾ നൽകിയത്. ഷൊർണൂർ നഗരസഭയിൽ PMAY ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് കാലാവധി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ആധാരങ്ങൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിൽ അദാലത്ത് സംഘടിപ്പിച്ചത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ പി. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഈ ഭവന നിർമ്മാണ പദ്ധതികൾക്കെല്ലാത്തിനും വ്യത്യസ്ത കരാറുകളാണുള്ളത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലെല്ലാം അവർക്ക് നിശ്ചിത വർഷം പറയുന്നുണ്ട്. ആ വർഷത്തിന് ശേഷം അവർ നഗരസഭ പറഞ്ഞ കരാറുകാലം ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും നാലുകെട്ട് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളവർക്ക് ആധാരം തിരിച്ചു നൽകുന്നതാണ്. അപ്പോൾ അത് അന്ന് നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ വഴിയാണ് ഇതെല്ലാം ചെയ്തു വന്നിരുന്നത്. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ എന്ന് പറയുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരാണ്. അവരിടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റത്തിന്റെ ഭാഗമായിട്ട് പോകും. 123 പേർക്കുള്ള ആധാരങ്ങളാണ് തിരികെ നൽകിയത്. ചെയർപേഴ്സൺ ഗുണഭോക്താക്കൾക്ക് ആധാരങ്ങൾ നൽകി. ചടങ്ങിൽ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സന്ധ്യ, സിന്ധു, സൗമ്യ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂർ DYFI ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ മൺമറഞ്ഞ CITU നേതാവ് സുധീഷിൻ്റെ 22ാം അനുസ്മരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ആ 3 സംസ്ഥാനങ്ങളിലും BJP നടന്ന വഴിയിൽ നിന്ന് ഒരണു മാറ്റമില്ലാതെയാണ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. വയലാറിൻ്റെ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ താടക ദ്രാവിഡ രാജകുമാരി എന്നുള്ളൊരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രീരാമൻ ആദ്യമായിട്ട് താടക കാണുന്നത് സംബന്ധിച്ച്. ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപിനെ. ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ നിന്നാണ് പറഞ്ഞത്. ഭാർഗവരാമൻ എന്ന് പറയുന്നത് പരശുരാമനാണ്. ആ കവിതയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വിശ്വമാതൃത്വത്തെ വേദമൊഴുവിനാൽ വ്യക്തി പുരോഹിത പാദത്തിൽ വെച്ചയാൾ. അതാണ് അദ്ദേഹത്തിനുള്ള വിശേഷണം. വിശ്വമാതൃത്വത്തിനെ വേദമൊഴുകൊണ്ട് വെട്ടി പുരോഹിതരുടെ പാദത്തിൽ വെച്ചു. ആ ഭാർഗവരാമൻ തെളിച്ച സഞ്ചാരവീതിയിലാണ് ശ്രീരാമനെ കണ്ടത്. 11ാം വാർഡ് മെമ്പർ സുജിത അധ്യക്ഷത വഹിച്ചു. LC സെക്രട്ടറി നാരായണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗം OC ശിവൻ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ്, V ലക്ഷ്മൺ, കാസിം മാസ്റ്റർ, സോണി രാജ്, വിപിൻ രാജ്, V സ്വാമിനാഥൻ, KV പ്രശോഭ്, TC ബാബു, AR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. രാത്രി നടന്ന കലാമത്സരങ്ങളുടെ സമാപനവും സമ്മാന വിതരണവും ലോക്കൽ കമ്മിറ്റി അംഗം V ലക്ഷ്മണൻ നിർവഹിച്ചു. DYFI നേതാക്കളായ വിപിൻ കോങ്ങാട്, AN ജയപ്രസാദ്, കോങ്ങാട് LC മെമ്പർ സുന്ദരൻ എന്നിവർ സംസാരിച്ചു. സുധീഷിന്റെ സ്മരണയ്ക്കായി നടത്തിയ കൈകൊട്ടിക്കളി മത്സരത്തിൽ നടനം നാമ്പുള്ളിപ്പുര, ആദിത്യ പൂതനൂർ, രുദ്ര വടശ്ശേരി എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 12 ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ കൂട്ടുപാത യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മുണ്ടൂരിലെ KC ബാലകൃഷ്ണൻ പാലിയേറ്റീവ് കെയറിലെ അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുതിയ അധ്യയന വർഷാരംഭം. വിദ്യാലയങ്ങൾ ഒരുങ്ങുന്നു. അധ്യയന വർഷ ആരംഭത്തിന് മുന്നോടിയായി സ്കൂളുകളും പരിസരവും വൃത്തിയാക്കാൻ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പുതിയ അധ്യയന വർഷാരംഭം. ജൂൺ 1-ന് വിദ്യാലയങ്ങൾ തുറക്കാൻ ഇനി 2 ആഴ്ചയോളം മാത്രം ബാക്കി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വിദ്യാലയങ്ങളിൽ മിനുക്കുപണി പുരോഗമിക്കുന്നു. അധ്യയന വർഷ ആരംഭത്തിന് മുന്നോടിയായി സ്കൂളുകളും പരിസരവും വൃത്തിയാക്കാൻ ജില്ലാ കളക്ടർ ഏതാനും ദിവസം മുൻപ് ചേർന്ന യോഗത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിവിധ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പെയിന്റിംഗ് പ്രവർത്തനങ്ങൾ, കാട് പിടിച്ചു കിടക്കുന്നവ വെട്ടിമാറ്റൽ തുടങ്ങിയ പ്രവൃത്തികളാണ് വിവിധ വിദ്യാലയങ്ങളിൽ നടന്നുവരുന്നത്. സ്കൂളുകളുടെ കെട്ടിട സുരക്ഷ, പൊതുവായ ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തി ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് സുരക്ഷയൊരുക്കി പുതുമോടിയിൽ ഒരുങ്ങുകയാണ് എല്ലാ വിദ്യാലയങ്ങളും. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അംഗനവാടികൾ, ആശുപത്രികൾ, പൊതുയിടങ്ങൾ, വായനശാലകൾ, വീടുകൾ എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടക്കുക. ഹരിതകർമ്മസേനാംഗങ്ങൾ, ആരോഗ്യവകുപ്പ്, കുടുംബശ്രീ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം. മണ്ണൂരിൽ നടന്ന ആദ്യഘട്ട ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ മാറ്റിയെടുക്കണം. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, അത് പൊതുയിടങ്ങളിലുള്ള അല്ലെങ്കിൽ വീടുകളിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മുടെ പഞ്ചായത്തുകളിൽ ഹരിതകർമ്മസേന ഉണ്ട്. ആ ഹരിതകർമ്മസേന കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോഴും നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ ചേറുംപാല പ്രദേശത്ത് കൊട്ടക്കുന്നിൽ നിന്ന് ചേറുംപാല പോകുന്ന ഭാഗവും അതേപോലെ തന്നെ മണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കഞ്ഞനമല ബ്രാഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ആ ഭാഗത്തുള്ള പ്രദേശങ്ങളിലും വീടുകളിൽ നിന്നുള്ള ആളുകൾ മാലിന്യം കൊണ്ടുപോയി ആ പ്രദേശത്ത് നിക്ഷേപിക്കുന്നുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിശ്വൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJN നജീബ്, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, ബ്ലോക്ക് അംഗം MK മനോജ് എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ ഷമീം നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളും ആരോഗ്യ വകുപ്പ് ജീവനക്കാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം തെലുങ്ക് ചെട്ടിയാർ മാരിയമ്മൻ പൂജാ മഹോത്സവം 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15-ന് രാത്രി 11-ന് കൊടിയേറ്റ് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 16-ന് വൈകിട്ട് കലാപരിപാടികൾ, 17-ന് രാവിലെ 8-ന് പുലാച്ചിത്ര മുരുകൻ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥകുടങ്ങൾ വഹിച്ചുകൊണ്ട് ഘോഷയാത്രയായി, 10-ന് മാരിയമ്മൻ ക്ഷേത്രത്തിൽ അഭിഷേക പൂജ, 11-ന് അന്നദാനം, വൈകിട്ട് 6-ന് നാദസ്വരം, രാത്രി 11-ന് മാരിയമ്മയുടെയും കാളിയമ്മയുടെയും കരങ്ങൾ എഴുന്നള്ളിക്കുവാൻ കൂനത്തറയ്ക്ക് പുറപ്പാട്, ഉടുക്കുപാട്ട്, തപ്പാട്ടം, പമ്പമേളം, നാദസ്വരത്തോടുകൂടിയുള്ള ഘോഷയാത്ര കൂനത്തറ വരെ തുടരും. 18 രാവിലെ 5-ന് ദേവി മഹാത്മ്യത്തിൻ്റെ പ്രതീകങ്ങളായ ശക്തികരങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് നാദസ്വരം, പമ്പമേളം, ആന, പഞ്ചവാദ്യം, തപ്പാട്ടം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള വരവ്. രാവിലെ 9-ന് തിരുകർമ്മങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര, നഗരപ്രദക്ഷിണം കഴിഞ്ഞ് കരകങ്ങൾ ഇറക്കി പൂജ, 11-ന് പൊങ്കൽ നിവേദ്യം, 11:30-ന് അന്നദാനം, വൈകിട്ട് 4-ന് പൂവോട് നാദസ്വരം, ആന, പഞ്ചവാദ്യം, തപ്പാട്ടം, പമ്പമേളം, 19-ന് രാവിലെ 10-ന് പൊങ്കാല, 11:30-ന് അന്നദാനം, വൈകിട്ട് 3-ന് അമ്മൻ മഞ്ഞ നീരാട്ടം, 5-ന് നാദസ്വരം, 6:30-ന് വാണിയംകുളം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഗാനമേള, മാവിളക്ക് പൂജ, 20-ന് രാവിലെ 11-ന് അന്നദാനം, വൈകിട്ട് 3-ന് SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, 3:30-ന് മുളപ്പാറ പൂജ, 4-ന് വിളക്ക് പൂജ, വൈകിട്ട് 6-ന് തിരുകരങ്ങൾ പൂജിച്ചെടുത്ത് പമ്പമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്ര വാണിയംകുളം നഗരപ്രദക്ഷിണം ചെയ്ത് കൂനത്തറയിലെത്തി കരകരങ്ങൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്ത് ക്ഷേത്രത്തിൽ വന്ന് നടയടയ്ക്കൽ എന്നിവ നടക്കും. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ മാരിയമ്മൻ പൂജ 24 മണി തെലുങ്ക് ചെട്ടിയാർ മാരിയമ്മൻ പൂജാ മഹോത്സവം ഇന്ന് കൊടിയേറ്റാണ്. ഇന്ന് രാത്രി 10 മണിക്ക് നമ്മൾ നമ്മുടെ ദൈവികമായിട്ടുള്ള ആചാരങ്ങളനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നാളെ വിശേഷ പൂജകളുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് വൈകുന്നേരം കരകുംഭങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂനത്തറയ്ക്ക് പോകും. അതിൽ വാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തിങ്കളാഴ്ച രാവിലെ ആന, പഞ്ചവാദ്യം, വണ്ടിവേഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മേളങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച രാവിലെയാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കുംഭത്തിൻ്റെ കാളികുംഭം, മാരിയമ്മ കുംഭം, അങ്ങനത്തെ 2 കുംഭങ്ങളാണ് നമ്മൾ വർഷം നമ്മുടെ മാരിയമ്മ പൂജയുടെ ഭാഗമായിട്ട് നമ്മൾ ദൈവികമായിട്ട് കൊണ്ടുവരുന്ന രൂപങ്ങൾ. പിന്നെ ചൊവ്വാഴ്ച നമുക്ക് സ്റ്റേജ് പരിപാടി ഉണ്ട്. അതുപോലെ ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും. പഞ്ചവാദ്യം മേളം ഉണ്ടാവും. 3 ആനയാണ് വരുന്നത്. തടമ്പെടുക്കാൻ വരുന്നത് നമ്മുടെ ആമ്പാടി മഹാദേവൻ എന്ന് പറഞ്ഞ ആനയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുശ്ശേരി രാജേന്ദ്രൻ, പിന്നെ അതുപോലെ തന്നെ കീഴൂട്ട് ശ്രീകണ്ഠനാണ്. നമുക്ക് 3 ആനകളാണ് വരുന്നത്. പിന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം മ്യൂസിക്കൽ വാർ സീസൺ 5 5ാം പ്രാവശ്യമാണ് നമുക്ക് നടത്താൻ. നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. വൈകുന്നേരം 7 മണി മുതലാണ്. ഐഡിയ സ്റ്റാർ സിംഗർ, അതുപോലെ ഇന്ത്യൻ വോയിസ് ഫെയിമും ഉള്ള ആളുകളാണ് പാട്ട് പാടാൻ വരുന്നത്. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് V മനോജ്, വൈസ് പ്രസിഡന്റ് M മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി KR അഭിജിത്ത്, ട്രഷറർ D അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച. തൃശൂരിൽ AISF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങിയെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സുമ ബാബു. മഹിളാ മോർച്ച പ്രവർത്തകർ ടിക്കറ്റ് എടുക്കാതെ KSRTCയിൽ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചു. ഒറ്റപ്പാലം ഇത്തിയാൻമല കോറി നാടിനാപത്ത്. കോറി ഉടൻ പൂട്ടണമെന്ന് ഇത്തിയാൻമല സംരക്ഷണ ജനകീയ സമിതി. ആവശ്യവുമായി ഒറ്റപ്പാലം RTO ഓഫീസിന് മുന്നിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. രാഷ്ട്രീയ കലുഷിതമായ 1979 കാലഘട്ടത്തിലെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ സേവനം അവഗണിക്കാൻ കഴിയാത്തതാണെന്ന് MSP 79 ബാച്ചിന്റെ വാർഷിക സമ്മേളനം. വ്യക്തി സംരക്ഷണത്തിനും സാമൂഹിക സംരക്ഷണത്തിനും MSP മികവ് പുലർത്തിയതായും ചരിത്രപരമായ ഉദ്യമങ്ങളിൽ MSP വഹിച്ച പങ്ക് അവർണ്ണനീയമാണെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ആദ്യകാല MSP ഭടന്മാർക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകണമെന്നും വാർഷിക സമ്മേളനം. തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ LDF സ്ഥാനാർത്ഥി TM ശശിക്കെതിരെ പ്രചരിച്ച അശ്ലീല ചിത്രങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്കും പിന്നിൽ തനിക്കോ കോൺഗ്രസിനോ പങ്കില്ലെന്ന് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KM ഫെബിൻ. നിയുക്ത MLA TM ശശി നൽകിയ പരാതിയിൽ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്നും KM ഫെബിൻ. പത്തിരിപ്പാലയിൽ നിർത്തിയിട്ടിരുന്ന കാർ മുന്നോട്ടെടുക്കുന്നതിനിടെ എതിരെ വന്ന ഓട്ടോ കാറിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.